എന്റെ കർത്താവേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. അമ്മച്ചി ഇത് എന്നാ കണ്ടിട്ടാ 1 മാസത്തെ അവധി പറഞ്ഞത്? നീ പോയി ആ മന്ത്രി തോമാച്ചനെ ഒന്ന് കാണണം. അങ്ങാരി ഈ നിലയിലെത്താൻ കാരണം നിന്റെ അപ്പൻ കൂടിയല്ലേ. ഈ കാര്യം പറഞ്ഞാൽ സഹായിക്കാതിരിക്കില്ല. റോഡിൽ ഇറങ്ങി തെണ്ടേണ്ടി വന്നാലും തോമാച്ചനെ കാണാൻ ഞാൻ പോവുകയില്ല. നിനക്ക് കഴിയില്ലെങ്കിൽ ഞാൻ പോയി കണ്ടോളാം. മാമോളെ. അന്നാമ്മ പോണ്ട ബേബി. അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന കാര്യമാണെങ്കിലും അമ്മച്ചിയെയും പെങ്ങളെയും ഓർത്ത് ബേബി പോയി അദ്ദേഹത്തെ കാണണം. അതേ ഇപ്പൊ ഒരു മാർഗമുള്ളൂ. അവനാളൊരു നിഷേധിയാണച്ചോ. അതെ, മാത്തുകുട്ടിച്ചായന്റെ മോനായതുകൊണ്ടാ ക്ഷമിച്ചത്. എന്റെ സ്വഭാവം അച്ഛൻ അറിയാമല്ലോ. ആ, ഏതായാലും അച്ഛൻ വിളിച്ച് പറഞ്ഞതല്ലേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ശരി ശരി. വന്നിട്ടുണ്ട് കാണാൻ. ആര്? ആ തോരപ്പൻ. തോരപ്പനോ? നമ്മുടെ ബേബി. വിളിക്ക് വിളിക്ക്. ഒരു ഡോസ് കൊടുക്കാൻ പറ്റിയ സന്ദർഭം. വിളിക്കുന്നു. എന്താ? ഗുഡ് മോർണിംഗ് സർ. ആ പാപ്പച്ചൻ വിവരങ്ങളെല്ലാം അച്ഛൻ വിളിച്ച് പറഞ്ഞു. ഇത് എന്റെ വകുപ്പല്ലല്ലോ. താനൊരു കാര്യം ചെയ്യ്, ആ ഫൈനാൻസ് മിനിസ്റ്റർ ഒന്ന് പോയി കാണും. ഈ ബ്ലേഡ് കമ്പനിയും പ്രൈവറ്റ് ബാങ്കിങ് ബിസിനസ്സും ഒക്കെ അയാളുടെ കയ്യില, നമ്മുടെ കക്ഷിയുടെ അല്ല. പിന്നെ മാത്തുക്കുട്ടിച്ചായന്റെ മോനോട് അവർക്ക് ഒരു നന്ദി വേണമല്ലോ, അല്ലേ ചാക്കോച്ച? അതെ അതെ. അല്ല, ഇവിടെ നിന്നൊരു കത്ത് കൊടുക്കോ, ഫോണിലൊന്ന് വിളിച്ചു പറയോ ചെയ്താലോ? കത്തും ഫോണും ഒക്കെ ഇപ്പൊ റെക്കോർഡാ. നാളെ അതും തൂക്കി പിടിച്ചോണ്ട് അസംബ്ലി വരും. നമ്മളെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ഒരു വഴി നോക്കി നടക്കുക അവന്മാര്. മൂത്ത അളിയൻ IAS നല്ല സ്ഥിതിയിലാണല്ലോ. പറഞ്ഞാൽ സഹായിക്കത്തില്ലയോ? സെക്രട്ടേറിയറ്റിലുണ്ടല്ലോ. പറഞ്ഞ പോലെ അവൻ വിചാരിച്ചാ നടക്കത്തില്ലേ? അതങ്ങനെ കയ്യിലിരിപ്പ് എന്നായിരിക്കണ്ടേ. ചാരായ ഷാപ്പിലല്ലയോ സ്ഥിരതാമസം. കോടതി വിധിയായിട്ട് 2-3 മാസമായിന്നല്ലേ പറഞ്ഞത്. ഈ വീട് വിട്ടിട്ട് ഇവര് ചെറിയൊരു വീട്ടിലേക്ക് മാറട്ടെ, അല്ലേ യാക്കോച്ച? അതാണ് ബുദ്ധി. പിന്നെ ബേബിക്ക് ഇത്തിരി വിവരവും വിദ്യാഭ്യാസവും കൂടുതലുള്ള കൂട്ടത്തിലാണല്ലോ. ഒരു പണി വേണമെങ്കിൽ ഞങ്ങൾ വിചാരിച്ച സംഘടിപ്പിക്കാം. ബേബി എന്ത് പറയുന്നു? അത് ചാക്കോച്ച, കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പച്ചൻ ഒരു ബന്ധുവിന്റെ മകളുടെ കല്യാണത്തിന് പെരുമ്പഴ പള്ളിയിൽ പോയിരുന്നു. അപ്പൊ അവിടുത്തെ കപ്പ്യാര അപ്പച്ചനോട് കരഞ്ഞു പറഞ്ഞു അയാളുടെ മകൻ തേരാപ്പാര നടക്കാണ്, ഒരു ജോലി കൊടുക്കണമെന്ന്. അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ട അപ്പച്ചൻ ആ ചെറുക്കനെ എഞ്ചി വിളിച്ചോണ്ട് പോന്നു. ജോലിയും കൊടുത്തു, പാർട്ടിയിൽ ഒരു സ്ഥാനവും കൊടുത്തു. ഇപ്പോ അപ്പച്ചൻ ഇരുന്ന കസേരയിലാ അയാളിരിക്കുന്നേ. എന്തൊക്കെയായാലും ചാക്കോച്ച, എനിക്ക് സന്തോഷമായി. അപ്പച്ചൻ അയാളെ ഇത്രേ ഉയർത്താൻ കഴിഞ്ഞല്ലോ. ചാക്കോച്ച പോട്ടെ, വരട്ടോ. ചാക്കോച്ചോ, ആരായി പറഞ്ഞ കപ്പ്യാരുടെ മകൻ? നിന്റെ തന്ത. നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഈ നാണുകൂപ്പം പോകുന്ന പ്രശ്നമില്ല. തന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ മന്ത്രിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ, അത്യാവശ്യ കാര്യമുണ്ട്. പോടോ, ഇപ്പൊ കാണാൻ ഒക്കത്തില്ല. നാണുകൂപ്പം വിളിച്ചത് പോയി പറയണോ? ഏത് മൂപ്പം വിളിച്ചാലും ഇപ്പൊ കാണാൻ ഒക്കില്ല. എടാ തോമാച്ച, ഇറങ്ങി വാടാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. കള്ളൻ കൊള്ള തിരുമാലി എന്താ അല്ലോ, എനിക്ക് മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞപ്പോ ഇവന്മാരും എന്റെ ഒരു പരിചയക്കാരൻ, ഞാൻ നോക്കണം. അതൊന്നും വേണ്ട. ജയിലിൽ നിന്ന് വിട്ടതോ അതോ ചാടിയതോ? ആഗസ്റ്റ് 15 നറുക്കെടുപ്പിൽ എന്റെ ചീട്ടാ വീണത്. കുഞ്ഞു പോ, ഞാൻ അവനെ കണ്ടിട്ടേ വരുന്നുള്ളൂ. മൂപ്പാ, എനിക്കിതിലെ ചോദിക്കാനുണ്ട്. കുഞ്ഞ, ഞാൻ വരാനല്ലേ പറഞ്ഞു? മതി കുഞ്ഞെ മതി, ഇനി വയ്യ. കഴിക്ക്. എന്തിനാ ഗസ്റ്റ് ഹൗസിൽ വന്ന് തോമാച്ചനെ കാണുമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയത്? സത്യം പറയണം. ഞാൻ എത്ര കഴിച്ചാലും മാത്തുക്കുട്ടിച്ചായന്റെ മോനോട് സത്യമേ പറയൂ, കള്ളം പറയത്തില്ല. നിനക്കെന്താ ഇവിടെ കാര്യം? പോടാ, പ്ലേറ്റ്. ആരോടും പറയണ്ടെന്ന് കരുതിയതാ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കുഞ്ഞിനോട് ഞാനത് പറയും. പറഞ്ഞില്ലേ ദൈവദോഷമാ. എന്നാ വേഗം പറയേ, എന്താണ് തോമാച്ചനുമായിട്ട് ഇത്ര വിരോധം? കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുള്ള ബന്ധമായിരുന്നു എനിക്ക് അപ്പച്ചനുമായിട്ട്. അപ്പച്ചന് ഞാൻ വെറും ഒരു ഡ്രൈവർ മാത്രമല്ലായിരുന്നു. ആ അപ്പച്ചൻ മരിക്കാൻ കാരണം ഞാനാവുക കുഞ്ഞ്. കുഞ്ഞു പറ. പിന്നെ ആരാ? അവൻ തന്നെ, ആ കൊള്ളം തോമാച്ചൻ. അവൻ
അവൻ കൊല്ലിച്ചതാ. എന്താണ് ഉണ്ടായത് അത് പറയും. അന്ന് കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത രാത്രി അപ്പച്ചനുമായിട്ട് സംസാരിച്ചറിഞ്ഞില്ലേ? അതിനുശേഷം നടന്ന സംഭവം ഞാൻ പറയാം. ദേവൈ മുരളി, പോലീസ്, ഒരു ജീപ്പും വാനും ഉണ്ട്. അവർ ചെറുകുത്തി മലതാണ്ടി പോകുന്നുണ്ട്. എന്നാ പിന്നെ കൂപ്പിന്ന് ലോഡ് ഇറക്കണം മുതലാളി. എന്താടാ പോലീസിന് കേട്ടോ പേടിച്ചു പോയോ? ലോറികൾ അവരുടെ നെഞ്ചത്തൂർ ഓടിക്ക്, ഇല്ലെങ്കിൽ ആയുധങ്ങളില്ല അവിടെ. എല്ലാത്തിനും ചുട്ടുകരിക്ക്. പോ. ഭാഗമായിട്ടുണ്ട്. ചടയം കഞ്ചാവ് എങ്ങനെയാ? വീര്യം കൂടും. ഇതിപ്പം ചേർക്കാല്ലേ? ഇപ്പൊ ചേർത്താലും കുഴപ്പമില്ല, കട്ടി കൂടുതലാ. കറുപ്പ, കാറിളകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ശരിയാ. ആരോ വരുന്നുണ്ട്. സാധനങ്ങൾ ഒരിടത്ത് മാറ്റി. അനങ്ങിപ്പോലും ഒന്ന് കളഞ്ഞ നടക്കാം. വാസു, ഈ ശവങ്ങളെല്ലായിടത്ത് കൊക്കയിലെറിഞ്ഞേക്ക്. എന്നിട്ട് ഞാനല്ലേ പറയുന്നത് രക്ഷപ്പെട്ടിരിക്കാൻ വഴിയില്ല. റോഡുകളെല്ലാം നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നല്ലേ? അവന്റെ ഹൈഡ് ഔട്ട് ഷോ അവിടെ തന്നെ ആവും. ഓ, വലിയ കാര്യമായി പോയി. അവന്റെ സംഘത്തിൽപ്പെട്ട 10 ഗുണങ്ങളെ കിട്ടിട്ട് എന്ത് കാര്യം? അവനെ തന്നെ കിട്ടണം, ദേവയ്യനെ. സാറ് പറഞ്ഞത് ശരിയാ. ഞാൻ ദൂരേക്കെങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്.
ഇതൊട്ടും ശരിയായില്ല മാത്തുക്കുട്ടിച്ചായ. പോലീസിനെയും പട്ടാളത്തിനെയും അയക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ? അതിന്റെ ആവശ്യം എനിക്കില്ല. സാറങ്ങനെ മഹാനാകാൻ നോക്കണ്ട, എന്നെ കൊല കൊടുത്തിട്ട്. ദേവയൻ സറണ്ടർ ആകുന്നതാണ് നിനക്ക് നല്ലത്. നമ്മുടെ പാർട്ടിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഈ കാടും ഭൂമി നശിപ്പിച്ചു പോണോടാ ഒരു ഉണക്ക പാർട്ടിക്ക് ജീവിക്കാൻ. അതിന്റെ കൂടെ കഞ്ചാവ് വാറ്റി മയക്കുമരുന്നുണ്ടാക്കലും അറുകൊല നടത്തുന്ന ഈ കാട്ടുകളനല്ലേ ഇതിനെല്ലാം നിനക്ക് കൂട്ട്. പാർട്ടിക്ക് പണത്തിന്റെ ആവശ്യം വന്നപ്പോ അല്ലറ ചില്ലറ തെറ്റുകൾ ചെയ്തു. അതിത്ര ഊതി വീർപ്പിക്കേണ്ട കാര്യമുണ്ട്? ഇത്രമാത്രം ഒരു ആവശ്യം എന്താ പാർട്ടിക്ക് ഉണ്ടായത്? അല്ലെങ്കിൽ തന്നെ പാർട്ടിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? എന്റെ വീടും പറമ്പും വരെ പലിശക്കാരുടെ കയ്യിലാ. അത് നിനക്കറിയാവോ? കണക്ക് ചോദിക്കുമ്പോഴൊക്കെ ഓരോ കള്ളം പറഞ്ഞ് നീ സമ്പാദിച്ചു കൂട്ടല്ലായിരുന്നോ? ആണെന്ന് തന്നെ വെച്ചോ. എന്തോ ചെയ്യാൻ പറ്റും? വെറുതെ അത് ഇതും പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങണ്ട. പോലീസിനെ പിൻവലിക്കുന്നതാണ് മാത്തുക്കുട്ടിച്ചാൻ നല്ലത്. എന്നെ പഠിപ്പിക്കായിരിക്കും. ഈ തരത്തിൽ പണമുണ്ടാക്കിയ ഒരു പാർട്ടി സമുദായം ഇവിടെ നിലനിൽക്കേണ്ട. എല്ലാത്തിനും ഞാൻ അകത്താക്കും. മന്ത്രി സാറേ, ഞങ്ങളെ കൂടാതെ ഇനി നിങ്ങളും നിലനിൽക്കില്ല. എന്താടാ ഭീഷണിപ്പെടുത്താണോ? ഈ ജോൺ മാത്യു ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. ആണോ? അച്ചായോ, ഞാൻ ഒന്നുകൂടി പറയുകയാണ്, മാത്തുക്കുട്ടിച്ചായനിട്ട ഓർഡർ അങ്ങ് പിൻവലിക്ക്. അല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ കുഴയും. ഞാൻ എന്റെ വഴിക്ക് തന്നെ പോവും. ആർക്കും എന്നെ തരാനാവില്ല. മന്ത്രി സാറിന് അറിയില്ല, ദേവയോട് പിണങ്ങി പോകുന്നവർക്ക് ഒരു ശാപമുണ്ട്. അവർ ജീവനോടെ തിരിച്ചു പോവില്ല. വരട്ടെ ദേവയൻ, ചിന്തിക്കാൻ അല്പം കൂടി സമയം കൊടുക്കാം. എന്ത് പറയുന്നു അച്ചായോ? തീരുമാനങ്ങളൊന്ന് മാറ്റിക്കൂടെ? ബോധം തെളിയുമ്പോ ഞാൻ ആശുപത്രിയില്ല. പക്ഷെ എന്റെ കൈകളിൽ വിലങ്ങുണ്ടായിരുന്നു. മദ്യപിച്ച് വണ്ടി ഓടിച്ച് മന്ത്രി മാത്യു സാറിനെ കൊന്നതിന്
എല്ലാം ആ തോമാച്ചൻ പ്ലാൻ ചെയ്ത് തന്നെ ഉണ്ടാക്കിയതാ. കേസ് ഇങ്ങനെയൊക്കെയായ വിവരം ലോക്കപ്പിൽ കിടന്ന ഞാൻ അറിഞ്ഞത്. മേലാളന്മാർക്ക് ഇതൊക്കെ നിസ്സാരമാണല്ലോ. പക്ഷെ ഒരു കാര്യം, പ്രതികാരം എനിക്കുള്ളതാ. അത് കുഞ്ഞിന് വേണമെന്ന് പറയരുത്. തോമാച്ചൻ നാളെ നേരം വെളുപ്പിക്കത്തില്ല. അവന് വേണ്ടി പണിയിച്ചതാ. എന്നിട്ട് മൂപ്പൻ നാളെ വീണ്ടും ജയിലിലേക്ക് പോകും അല്ലേ? പോകും, സന്തോഷത്തോടെ പോകും. അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം മൂപ്പ? കെട്ടിക്കാറായ ഒരു പെങ്ങള്, കടം കയറി മുടിഞ്ഞ വീട്, എല്ലാം സഹിച്ച് തകർന്നിരിക്കുന്ന അമ്മച്ചി, അപ്പച്ചനെ കൊന്ന് പ്രതികാരം ചെയ്തുകൊണ്ട് എന്റെ കുടുംബം രക്ഷപ്പെടുവോ? കുഞ്ഞു പറയുന്നത് ജയിലിൽ കിടക്കുന്ന മൂപ്പനല്ല, പുറത്തു നിൽക്കുന്ന മൂപ്പനാണ് എനിക്ക് ആവശ്യം. ഞാൻ ചിലത് ആലോചിച്ചുറച്ചിട്ടുണ്ട്. മൂപ്പൻ എന്റെ കൂടെ നിൽക്കുവോ?